ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ പുതിയൊരാളെയും കൂടി കാണാം. ഇതാണ് നമ്മുടെ സ്വന്തം അമ്മച്ചി. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ നെയ്ബർ അമ്മച്ചിയാണ്. ഭയങ്കര സ്നേഹമുള്ളൊരു അമ്മച്ചിയാണ്. അപ്പോൾ ഇന്ന് എനിക്കും പെട്രീഷ്യയ്ക്കും ലീവായിരുന്നു. സോ അമ്മച്ചി പറഞ്ഞു വെറുതെ വീട്ടിൽ ഇരിക്കണ്ട, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോവാം. അമ്മച്ചിക്ക് ഒത്തിരി സ്ഥലമൊക്കെ അറിയാം, കൂട്ടിന് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ചത് ഹാംബുർഗ് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ബാൻഹോഫിൽ പോകണം. അവിടെ നിന്നാണ് നമ്മൾ ഹാംബുർഗിലോട്ടുള്ള ട്രെയിൻ കയറി പോകുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ക്രൗഡഡ് ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. ഇവിടെ താമസിക്കുന്നതായാലും ആൾക്കാരാണെങ്കിലും എല്ലാം നല്ല സൈലൻ്റ് ആണ്. പിന്നെ സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനൊക്കെ വന്നു. പിന്നെ ട്രെയിനിനകത്ത് കയറിയപ്പോൾ അമ്മച്ചിയുടെ വക എൻ്റർടൈൻമെൻ്റായിട്ട് പാട്ടും ഉണ്ടായിരുന്നു. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാം എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. ഭയങ്കര ബിസി ആയിട്ടുള്ള പ്ലേസ്, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം, ഫുൾ ടൈം ആക്റ്റീവ്, ഫുൾ ഓൺ ആയിട്ടുള്ള ആൾക്കാർ, എല്ലാം കൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഈവൻ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ നേരത്താണെങ്കിൽ പോലും ഫുൾ തിരക്കും, ഭയങ്കര ഒരു ഹറിബറി ലൈഫ് എന്നൊക്കെ പറയൂല, അതുപോലെയായിരുന്നു. എല്ലാവരും ഭയങ്കര ധൃതിയിൽ പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് പറയുവാണെങ്കിൽ നല്ല അടിപൊളി സിറ്റിയാണ്. നമുക്ക് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് നടന്നപ്പം തന്നെ എല്ലാവരും ടയേർഡായി, പിന്നെ ഭയങ്കരമായിട്ട് വിശന്നു. സോ വി ഫൗണ്ട് എ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മൾ ഫുഡല്ലേ മെയിൻ, ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആൻഡ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു താലി മീൽസാണ്. ബട്ടർ ചിക്കൻ താലി മീലായിരുന്നു. അമ്മച്ചി ചിക്കൻ കറി താലി മീൽ പറഞ്ഞു. പിന്നെ കുടിക്കാൻ വേണ്ടി മാംഗോ ജ്യൂസും രസ്മലായി ഡെസേർട്ടായിട്ട് വാങ്ങിച്ചായിരുന്നു. ആൻഡ് ഫുഡ് ടേസ്റ്റ് വാസ് വെരി ഗുഡ് ആയിരുന്നു, നല്ലതായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി. പിന്നെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, സ്വീറ്റ്സിൻ്റെയൊക്കെ ഷോപ്സും. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്സൊക്കെ കയറി. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ കയറി. ഇവിടെയാണെങ്കിൽ എല്ലാ ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടും. ഞാൻ കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ബീൻസ്, കടല, പയർ, പരിപ്പ്, എല്ലാ സാധനവും കിട്ടും. ബിസ്ക്കറ്റ്, മിച്ചർ, പിക്കിൾസ്, എല്ലാ സാധനവും കിട്ടുന്നൊരു നല്ലൊരു സ്റ്റോറായിരുന്നു. അങ്ങനെ നല്ലൊരു ഈവനിങ് ടൈമൊക്കെ ആയി, വൈകിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് വരാനുള്ള ടൈമും ആയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ കുറേ കടകളൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഈ വെജിറ്റബിളൊക്കെ സെല്ല് ചെയ്യുന്ന. അവിടെയും ജസ്റ്റ് ഒന്ന് പോയി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് സാധനങ്ങളൊക്കെ കണ്ടിട്ടിങ്ങ് വന്നു. പിന്നെ കുറേ ഫ്ലവർ ഷോപ്സ്, ടോയ്സിൻ്റെ ഷോപ്സ്, അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു. കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാൻ ഒത്തില്ല. ബട്ട് നമ്മൾ വിത്ത് എ ലിമിറ്റഡ് ടൈം വി എൻജോയ്ഡ് എ ലോട്ട്. ആൻഡ് നമുക്ക് തിരിച്ച് ട്രെയിൻ വരാനുള്ള ടൈമായിരുന്നു. സോ വി തോട്ട് തിരിച്ച് നമുക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ പതുക്കെ അമ്മച്ചിയും കൂട്ടി വീണ്ടും ബാൻഹോഫിൽ വന്നു. പിന്നെ ട്രെയിൻ വന്നപ്പോഴത്തേക്കും ഒരു 15 മിനിറ്റ്സോളം ഡിലേ ആയിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പം തന്നെ ട്രെയിൻ വന്നു. ആൻഡ് വി എൻജോയ് ദിസ് ട്രിപ്പ്. ആൻഡ് ഹിയർ ആർ സം ഫോട്ടോസ് ദാറ്റ് വി ടുക്ക്. And that's all guys. Hope you enjoyed. Thanks for watching.